അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉഹുദ് മൗണ്ടൈൻ ഹൈക്കിങ്ങിന് വേണ്ടി പോവാണ്. വൈകുന്നേരം ഇറങ്ങിയാണ്. നേരെ മസ്ജിദ് ശുഹദാണ് കാണുന്നത്. അതിന്ന് നേരെ റൈറ്റ് കയറി നേരെ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡ് നേരെ അങ്ങോട്ട് പോയാൽ പോകുന്ന വഴിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിങ്ങാൻ റെസ്റ്റ് എടുത്തിരുന്ന സ്ഥലമാണ്. അവിടെ ചെറിയൊരു പള്ളി ആദ്യം നിസ്കരിക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ നിസ്കരിക്കാൻ ചെറിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൗദി മിനിസ്ട്രി ഓഫ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാക്കി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന ചെറിയൊരു പാറൻ്റെ ഇടയിൽ ഒരു പൊത്തുണ്ട്, ചെറിയൊരു ഗുഹ പോലെ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ സുഗന്ധം ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ, ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശിയരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ആ ഉള്ളിലിങ്ങനെ ആൾക്കാർ പോയി കുറച്ച് നേരം ഇരിക്കും. ആ സ്പേസിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ മുമ്പ് വന്ന് അവിടെ ഇരുന്നുണ്ട്. പോയപ്പം അങ്ങോട്ട് കയറിയില്ലായിരുന്നു, ജസ്റ്റ് പോയി കണ്ട് വന്ന് നമ്മൾ നേരെ മൗണ്ടൈൻ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഞാനൊരു ദിവസം രാത്രി വൈകുന്നേരം പോയിട്ട് അത് കാണുന്നതാണ്. ജബൽ ഉഹദിനെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട്, ഉഹദിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഉഹദ് നിങ്ങളെയും സ്നേഹിക്കും എന്ന്. ഉഹദ് സ്വർഗത്തിലുള്ള മലയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉഹദ് ഹൈക്കിംഗ് ഒക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിക യുദ്ധങ്ങൾ നടന്ന സ്ഥലം ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ ഉഹദ് ഹൈക്കിങ് പറ്റുന്നതാണ്. ഈ ഏരിയ ഒക്കെ ഇപ്പം മൊത്തം ഇവർ പ്രത്യേക ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ പുതിയ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആക്കാനുള്ള പരിപാടിയാണ്. മൊത്തത്തിൽ സൗദി അറേബ്യ മൊത്തം ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്കാണ്. ഓൾഡ് വിൻറ്റേജ് മോഡലാണ് പുതിയ സ്ഥലങ്ങളിലൊക്കെ പുതിയ ഷോപ്പ്. ഇതൊക്കെ ഒരു കോഫി ഷോപ്പ് സുവനീർ ഷോപ്പുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള ഓപ്പൺ ചെയ്യാൻ അടുത്ത് ഓപ്പൺ ആക്കും. അതിനുള്ള സെറ്റപ്പുകളാണ്. ആ കാണുന്നതാണ് ഉഹുദ് മല. മൊത്തത്തിൽ ഒരു 8 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ